എങ്ങനെയുണ്ട്? ഹായ്, ഇന്ന് നമ്മൾ ഫ്ലട്ടർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ ഒരു 30 ദിവസത്തേക്ക് നമ്മൾ ഫ്ലട്ടർ ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ലാപ്ടോപ്പും കാര്യങ്ങളും മൊബൈൽ ഡിവൈസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇനി മൊബൈൽ ഇല്ലാത്തവർ നല്ല 8GB RAM ഉള്ള ലാപ്ടോപ്പൊക്കെ ആയിട്ട് എമുലേറ്റർ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 30 ദിവസം നമ്മൾ ഫ്ലട്ടറിൻ്റെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡാറ്റ ലാംഗ്വേജിൻ്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ഫ്ലട്ടറിൻ്റെ ബേസിക്സിലോട്ട് കടക്കും. ഫ്ലട്ടറിൽ നമ്മൾ ബേസിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു പ്രൊജക്റ്റ് പോലെ ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു പേഴ്സണൽ മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ചെയ്യും. അതുപോലെ രണ്ടാമത്തെ പ്രൊജക്റ്റായിട്ട് നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ക്ലോൺ ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലായിട്ടുണ്ടാവും. അതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു ഫ്ലട്ടർ ജോബിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലായിട്ടുണ്ടാവും. അതിന് പുറമെ നിങ്ങൾ പ്രൊജക്റ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതലായിട്ട് സാലറി കിട്ടാനും കൂടുതലായിട്ട് നല്ല പൊസിഷൻസ് കിട്ടാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ എക്സ്ട്രാ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം ഈ 30 ദിവസത്തിന് ശേഷം. ഇനി ഫ്ലട്ടർ എന്താ, ഡാർട്ട് എന്താ, ആൻഡ്രോയിഡ് എവിടെ, iOS എവിടെ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരുന്നുണ്ട്. നമ്മളെല്ലാ സീരീസിലും പോലെ ഇതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ഗസ്റ്റിനെ കുറിച്ച് പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ സപ്പോർട്ട്, ഇപ്പോൾ നിങ്ങൾ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എറർ വരും, മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴെ കാണുന്ന ഒരു ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും, ഒരു ടെലഗ്രാം ഗ്രൂപ്പിലോട്ടുള്ള. ഈ ഗ്രൂപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ ഇറങ്ങുന്ന ഓരോ ദിവസവും ആ വീഡിയോ ഇറങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സപ്പോർട്ട് ഗ്രൂപ്പിൽ സപ്പോർട്ട് കിട്ടും. ഒരു 1 hour ഫ്രീ സപ്പോർട്ട് കിട്ടുക. ആ സമയത്ത് നമ്മുടെ ടീം എല്ലാവരും അവിടെ നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ടാവും. എന്നാൽ ചിലർക്ക് ഉണ്ടാവും ഈ സീരീസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനിടയിലൂടെ ആയിരിക്കും നിങ്ങളിത് ചെയ്യുക. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 monthsന് നമ്മളെ എല്ലാ ട്യൂട്ടോറിയലും, ഈ ഫ്ലട്ടർ മാത്രമല്ല നമ്മുടെ എല്ലാ ട്യൂട്ടോറിയൽസിൻ്റെയും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ അക്കാഡമി എന്താണ്, നമ്മുടെ SPS എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ അക്കാഡമി പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ 6 മാസത്തെ പ്രോഗ്രാമാണ്. 6 മാസത്തേക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഓഫീസുകളിൽ വന്നിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. എന്നാൽ പക്ഷേ ജോബ് കിട്ടിയതിന് ശേഷം മാത്രം ഫീ കളക്ട് ചെയ്യുന്ന പ്രോഗ്രാമും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് ക്യാഷ് അവാർഡ്സ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അതേപോലെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ചലഞ്ചിങ് ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയേണ്ട ആൾ തന്നെ പറയട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാറിനെ വിളിക്കാം. നമ്മൾ പണ്ട് സോനുവിനെ വെബ് ഡിസൈനിങ് ചലഞ്ചിലൊക്കെ കൊന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ നമുക്ക് ഏറ്റെടുക്കാനുള്ളതാണ്. എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ചേക്ക്. പലരും സോനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ സോനൊന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരാളാണ്. ശരിക്കും വധിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. സോ ആളെ ഞാൻ പുറത്തു വിടുവാണ്. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടി. വെൽക്കം ടു ക്രോസ് റോഡ്സ്. നമ്മളെ ഇതാണ് ഗോകുലാണ്. ഗോകുൽ എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പോൾ ടോട്ടൽ മൊബൈലിലാണെങ്കിൽ 3+ years, ഇപ്പോൾ ഫ്ലട്ടറിലാണെങ്കിൽ 2+ years എക്സ്പീരിയൻസ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ എവിടെ കമ്പനി എവിടെയാ? കമ്പനി കലൂരാണ്, ജനതാ റോഡിലാണ് കമ്പനി. ഏതാ കമ്പനിയുടെ പേര്? കൊഡാക്. ഓക്കെ. അപ്പോൾ അവിടെ 2 വർഷമായിട്ട് അവിടെ തന്നെയാണോ ഫ്ലട്ടറിൽ? ഇപ്പോൾ 1 year ആയിട്ട് അവിടെ ഫ്ലട്ടറിലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ബെൻസൺ വെഞ്ചേഴ്സ്. അപ്പോൾ അറൗണ്ട് 2020. അപ്പോൾ ഈ അടുത്താണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് സ്വന്തം കമ്പനിയിലോട്ട് മാറി. ശരി. അപ്പോൾ സ്വന്തം കമ്പനിയും ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ? അതെ, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ശരി. സ്ഥലം എവിടെയാ? സ്ഥലം ഞാൻ ഗുരുവായൂരാണ്. തൃശ്ശൂർക്കാരനാണ്? അതെ, തൃശ്ശൂർക്കാരാണ്. പിന്നെ പഠിച്ചതൊക്കെ എന്താ? ഞാൻ ബിടെക് ആയിരുന്നു പഠിച്ചത്. 2018 പാസ് ഔട്ടാണ്. ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ബിടെക് വേണമെന്നൊന്നും വിചാരിക്കണ്ട നിങ്ങള്. ഇനിയിപ്പോ ബിടെക്കാരനല്ലേ അവൻ അതുകൊണ്ടായിരിക്കും മൊബൈൽ ഡെവലപ്മെന്റ് പഠിച്ചത് എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും പലർക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ആർക്കും പഠിക്കുക, ഏത് ഡിഗ്രിക്കാർക്കും, ഇനിയിപ്പോൾ ടെക് അറിയാത്തവർക്കും ടെക് ഇതുവരെ പഠിക്കാത്തവർക്കും ഒക്കെ പഠിക്കാനുള്ള അവസരം നമ്മുടെ ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് ഈ വരുന്ന ആൾക്കാർക്ക് നമുക്ക് അറിയാലോ 100K കോഡിംഗ് ചലഞ്ച് തീർക്കണം. 100K കോഡിംഗ് ചലഞ്ച് തീർത്തിട്ട് വേണം ഈ സീരീസിലോട്ട് വരാൻ. അതൊരു 10 വീഡിയോ ആണ്. അതിൽ ബേസിക് കോഡിങ്, അതായത് ഇതുവരെ കോഡിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരും കമ്പ്യൂട്ടറിൽ അതെന്താ സംഭവം എന്ന് അറിയാത്ത ആൾക്കാർക്കും പഠിക്കാൻ പറ്റിയൊരു ഈസി സംഭവമാണ്. 10 വീഡിയോ വെച്ചിട്ട് അത് പഠിച്ചിട്ട് വേണം ഇതിലോട്ടിരിക്കാൻ. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അത്രയും പോലെ? അത്രയും മതി. ഡിഗ്രി നിർബന്ധമൊന്നും ഇല്ലല്ലോ? നിർബന്ധമില്ല. ഫുൾ പാസ്സാണോ? ഫുൾ പാസ്സാണ്. സപ്ലി ഒന്നും ഇല്ല? ഇല്ല. ഏത് കോളേജ് ആയിരുന്നു? ഞാൻ ചേർത്തല, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല. അപ്പോൾ ISRT കോളേജിലാണ് പഠിച്ചിറങ്ങിയത്?
പൊളി. ഇപ്പൊ പലർക്കും സംശയം ഉണ്ടാവും ഈ 30 ദിവസം കൊണ്ട് കോഡിങ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഫ്ലട്ടറിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിൽ ഇരുന്ന് ഫ്ലട്ടർ പഠിക്കാൻ പോവാണ്. ഫ്ലട്ടർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പും iOS ആപ്പും റൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ. ബട്ട് അതിനപ്പുറം ഞാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈസിയാണ്. എന്താണ് അതിൻ്റെ അവസ്ഥ? ഫ്ലട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ആസ് എ ബിഗിനർ എന്ന് പറഞ്ഞാലും അത് വളരെയധികം ഈസിയാണ്. ഇപ്പോൾ കോഡ്ലിൻ ആൻഡ്രോയിഡിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേണോ അത് പഠിക്കാൻ? എന്താണ് അതിന്റെ രീതി? കോഡ്ലിൻ ആൻഡ്രോയിഡ് അണ്ടർസ്റ്റാൻഡിങ് 100% വേണ്ട, പക്ഷെ ചില സിനാരിയോയിൽ നമുക്കത് ആവശ്യമായിട്ട് വരും. അല്ല, എന്നാലും ഇപ്പോൾ ബേസോട്ടും പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല ഫ്ലട്ടറിന്. അഡ്വാൻസ്ഡ് ആയിട്ട് സാധനങ്ങൾ ചെയ്യുമ്പോഴല്ലേ ഈ ഒരു പ്രശ്നമുള്ളൂ? അതെ അതെ, തീർച്ചയായും. ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ നേറ്റീവ് കോഡ്ലിൻ ആൻഡ്രോയിഡ് വേണ്ടി വരും അല്ലേ? അതെ. ഓക്കെ. ആ നേറ്റീവ് പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ കോഡ്ലിൻ ആൻഡ്രോയിഡ്, കോഡ്ലിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് ഗൂഗിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് നേറ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആപ്പ് ഡെവലപ്പ് ചെയ്യണ ചില ഫീച്ചേഴ്സ്, ചില അഡ്വാൻസ്ഡ് കേസുകൾ വേണ്ടി വരും എന്നുള്ളത്. ഓക്കെ. അല്ലാത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ ഫ്ലട്ടറിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്ലട്ടറിൽ വീണ്ടും സപ്പോർട്ട് ആഡ് ചെയ്ത് വരുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പ്ലഗിൻസ് ഇപ്പോഴും ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇൻ കേസ് ഓൾറെഡി ഇതെല്ലാം ഫ്ലട്ടറിൽ തന്നെ ചെയ്ത് ഈ ഫ്യൂച്ചറിൽ ഇപ്പൊ പ്ലഗിൻസ് അല്ലെ, ഇപ്പൊ കറന്റ് പ്ലഗിൻസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓപ്പൺ സോഴ്സ് പ്ലഗിൻസ് ആണ്. അപ്പോൾ ഇൻ കേസ് ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇനി ഒരു വിത്തിൻ ഇയേഴ്സ് ഓൾറൗണ്ട് എല്ലാം ഫ്ലട്ടറിൽ ചെയ്യണ ഒരു ഫേസ് എന്തായാലും വന്നിരിക്കും. സെറ്റ് ആവും അല്ലേ? സെറ്റ് ആവും. ഫ്ലട്ടർ ഇറങ്ങിയിട്ട് ഇപ്പം അടുത്തല്ല ഇറങ്ങിയത്, 2018 ആ സമയത്തൊന്നല്ല ഇറങ്ങിയിട്ടുള്ളൂ. ഫ്ലട്ടർ ഇറങ്ങിയിട്ട് 2018 മുമ്പ് ഫ്ലട്ടർ ഇറങ്ങി, ബീറ്റയിലായിരുന്നു. പക്ഷെ ഒരു സ്റ്റേബിൾ വെർഷൻ 1 എന്ന് പറയുന്നത് 18 വന്നത്. എന്നിട്ടാണ് കുറച്ചുകൂടി പോപ്പുലർ ആയി തുടങ്ങിയത്. സ്റ്റേബിൾ ആയിട്ട്. ഓക്കെ. പക്ഷെ ഗൂഗിൾ ഇപ്പോഴും പറയുന്നില്ലല്ലോ കോഡ്ലിൻ ആൻഡ്രോയിഡ് ചെയ്യണോ ഫ്ലട്ടറിൽ ചെയ്യണമെന്ന്. അവരെന്നല്ലേ രണ്ടും ഇറക്കുന്നത്. അതെ. അതിലെന്തെങ്കിലും ഒരു ക്ലാരിറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ട്? അതിന് ക്ലാരിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിള് ഒരു OS ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു IoT OS, ഫ്യൂഷ്യ OS. അപ്പൊ അതിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫ്യൂച്ചർ റിലീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ കുറെ ഡെവലപ്പേഴ്സ് വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോഴേ അവർ ഫ്ലട്ടർ തന്നെ റിലീസ് ചെയ്തത്. ഏതോ സ്പെല്ലിംഗ് പറഞ്ഞ് ഫുഷ്യ, FUCHSIO. അപ്പൊ ആ വോയിസിന് എന്താ പ്രത്യേകത? ആൻഡ്രോയിഡിന് ഇല്ലാത്ത എന്ത് പ്രത്യേകത ഉള്ളത്? ആൻഡ്രോയിഡ് അത് ഒരു എന്താ പറയാ, ഒരു ഓൾറൗണ്ട് OS പോലെ, മീൻസ് IoT ഡിവൈസിൽ യൂസ് ചെയ്യാം, ഫോൺസിൽ യൂസ് ചെയ്യാം. ഓൾറെഡി എല്ലാ ഡിവൈസിലും ജസ്റ്റ് ലൈക്ക് ഉബുണ്ടു. സെർവർ OS ആണോ അതോ ഡിവൈസിൽ OS ആണോ? IoT OS ആണ് അവർ പറയുന്നത്, IoT ഡിവൈസിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഓൾറെഡി എല്ലാ IoT ഡിവൈസസും ഒരു സിംഗിൾ OS കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൂഗിൾ എത്ര OS ഇറക്കുന്നത്? ക്രോമിയം എന്ന് പറഞ്ഞ OS ഇറക്കി, വെബ് OS ഉണ്ട്. ക്രോമിയാണ് വെബ് OS അല്ലേ? അതെ, അത് വെബ് OS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, ഇനിയിപ്പോ ഇത് ഇറക്കുന്നുണ്ട് അല്ലേ? നോക്കാം, എന്തായാലും അതിനെ കുറിച്ച് പഠിച്ചു നോക്കാം. അതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് വേറെ തരാം, കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കട്ടെ എന്താ അതിന്റെ പ്രത്യേകത എന്നുള്ളത്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ കോഡ്ലിൻ ആൻഡ്രോയിഡ് ചെയ്തു, ഫ്ലട്ടർ ചെയ്തു, ഇതിൽ ഏതാ ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫണ്ണാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. എന്താ UI ഒക്കെ കുറച്ചുകൂടി റിച്ച് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ? ആൻഡ്രോയിഡിനെക്കാളും വളരെ സിമ്പിളും എന്നാൽ വളരെയധികം കാണാൻ ഒരു ഭംഗിയുള്ള തരത്തിലുള്ള ഒരു UI നമുക്ക് ഫ്ലട്ടറിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇൻ കേസ് നമ്മൾ കോഡ്ലിനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഡ്ലിൻ ആൻഡ്രോയിഡ് പഠിച്ചാലില്ലെങ്കിലും ഫ്ലട്ടർ എന്ന് പറയുന്നത് വളരെയധികം ഫണ്ണാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈസി ആവില്ല, ഒന്നുകൂടി വേഗത്തിൽ ചെയ്യാം. ഈ കോഡ്ലിൻ ആൻഡ്രോയിഡ് പെട്ടെന്ന് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കുറേ കൺസെപ്റ്റുകൾ ഉണ്ട് അല്ലേ? നേറ്റീവ് ആൻഡ്രോയിഡ് പഠിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റിയും സർവീസും റിസീവറും കുറേ കൺസെപ്റ്റുകൾ കഴിഞ്ഞ് വന്ന്, ബേസിക് എല്ലാം കഴിഞ്ഞ് വന്ന്, പിന്നെ കുറേ ത്രെഡിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പോഴും സ്റ്റിൽ പുതിയ ഫീച്ചർ കോഡ്ലിൻ ആൻഡ്രോയിഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് ജാവ ആൻഡ്രോയിഡിന് കോഡ്ലിൻ ആൻഡ്രോയിഡിലേക്ക് മാറുന്ന സമയത്താണ് ഞാൻ ഈ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു സമയമായത്. അപ്പോൾ കോഡ്ലിനിൽ ഇരുന്ന് ഞാൻ വല്ലാതെ കോഡ് ചെയ്തിട്ടില്ല. ഞാൻ ജാവ ആൻഡ്രോയിഡിലാണ് കൂടുതലും കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു 7 വർഷത്തോളം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയപ്പോൾ തന്നെ അതിൽ തന്നെ കുറേ അപ്ഡേഷൻസ്, ഓരോ വേർഷൻസിലും ആൻഡ്രോയിഡ് ഇങ്ങനെ പുതിയ സാധനം ഇറക്കും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് കോഡ്ലിൻ വന്നപ്പോൾ പിന്നെയും കുറേ ചേഞ്ചസ്. ഇപ്പോഴും ചേഞ്ച് ചെയ്യാത്ത പല കമ്പനീസും ഉണ്ടല്ലേ, ജാവ മാറിയത്. ഓൾഡർ പഴയ പ്രൊജക്ട്സ് എല്ലാം ചെയ്തിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന കമ്പനീസ് ഇപ്പോഴും ഉണ്ട്. അവരിപ്പോ സ്റ്റിൽ ജാവയിലാണ്. ഇൻ കേസ് ഒരു ക്ലയന്റ് പറയുകയാണെങ്കിൽ കോഡ്ലിനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോഡ്ലിൻ എഴുതിയാലും ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കോഡ്ലിൻ എഴുതിയിട്ട് മറ്റേ ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റേ ക്ലാസ് ജാവയിൽ എഴുതാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാലോ? അതെ, യൂസ് ചെയ്യാം. രണ്ടുകൂടി ക്ലബ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ ബാധകമല്ല. നമുക്കിവിടെ ഫ്ലട്ടർ ആണ്. നമ്മുടെ ലാംഗ്വേജ് ഏതാണ്? ഫ്ലട്ടർ ഡാർട്ട് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്. അപ്പോൾ ഡാർട്ട് എങ്ങനെ ഈസിയാണ് പഠിക്കാൻ? ഇപ്പോൾ നമ്മളിപ്പോൾ സിയും ജാവയും പൈത്തണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡാർട്ട് എന്നുള്ളത് വളരെ ഈസിയാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തന്നെയല്ലേ? അതെ, ഡാർട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് തന്നെയാണ്. പക്ഷേ ജാവ അല്ലെങ്കിൽ
വേറെ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതില് ഫംഗ്ഷൻസ് ഒക്കെ പാസ് ചെയ്യുക, കോൾ ബാക്ക് ആ സാധനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓ, അതായത് ഹയർ ഓർഡർ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ വേറെ ഫംഗ്ഷൻ പാസ് ചെയ്യാനൊക്കെ പറ്റും. അതെ, തിരിച്ച് കോൾ ബാക്ക് തിരിച്ചു വരാനും പറ്റും. ഓ, അപ്പൊ 100K കോഡിംഗ് ചലഞ്ച് പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു സാധനം ആദ്യമായിട്ടായിരിക്കും. അതായത് ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു സാധനമായിരിക്കും. ഒരു ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് ഫംഗ്ഷൻ പാസ് ചെയ്യുക എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുക. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം, പേടിക്കണ്ട. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് OS ഇറങ്ങുമ്പോഴും ഫ്ലട്ടറിന്റെ എല്ലാ സപ്പോർട്ടും അതിലൊക്കെ ഉണ്ടായിരിക്കും എപ്പോഴും? അതെ, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഇറങ്ങുക അപ്പോൾ ഓൾറെഡി പ്ലഗിൻസ് ഉണ്ടെങ്കിൽ അത് പ്ലഗിൻസ് അപ്ഗ്രേഡ് ചെയ്യും ഡെവലപ്പേഴ്സ്. ഫ്ലട്ടറിൽ അപ്ഡേറ്റും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്നും പേടിക്കാനൊന്നുമില്ല. പുതിയ വെർഷൻ വരുന്നതിനൊന്നും പേടിക്കാനില്ല, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻഡ്രോയിഡിന്റെ എമുലേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഡിസ്പ്ലേയിൽ നമ്മൾ എമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എമുലേറ്റർ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ ഫോണിന് പകരം എമുലേറ്റർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം മതിയോ അതോ ഫോണിന്റെ ആവശ്യം ഉണ്ടാവോ ഇപ്പോൾ ചെയ്യുമ്പോൾ? അത് ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ലോ സ്പെക്ക്, ഇപ്പോൾ 4GB RAM അല്ലെങ്കിൽ അത് മീൻസ് ഒരു i5 താഴെയുള്ള പ്രോസർ ആണെങ്കിൽ നിങ്ങളൊരു ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇൻ കേസ് 8GB RAM i5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോസറുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്ലസ് എമുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾ ഓരോരുത്തർ OS ചെയ്ത് നോക്കിട്ടോ. എന്താ വെച്ചാൽ ആ എമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവത്തിന് കുറച്ചുകൂടി മെമ്മറി കൂടുതൽ എടുക്കും, റാം കൂടുതലെടുക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് സിസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്ത് USB വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് റൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഡിവൈസിൽ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നോക്കാൻ ഒന്നുകൂടി സിസ്റ്റത്തിന് എന്താ പറയുക, മെമ്മറി കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യുന്ന മോഡൽ. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ iOS ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ iOS ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ മാക്ക് നിർബന്ധമാണോ? iOS ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ മാക്ക് നിർബന്ധമല്ല, പക്ഷെ നമുക്ക് ഔട്ട് എടുക്കാൻ മാക്ക് നിർബന്ധമാണ്. നമുക്ക് iOSൽ വരുന്ന അതേ UI തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും കാണാൻ പറ്റും. ഫ്ലട്ടറിന്റെ ഒരു എന്താ പറയാ ഒരു പ്ലസ് അഡ്വാൻറ്റേജ് അതാണ്, നമുക്ക് UI എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ആൻഡ്രോയിഡിന്റെ ബട്ടണും iOSന്റെ ബട്ടണൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൻഡ്രോയിഡ് ബാക്ക് ബട്ടൺ ഉണ്ട്, iOSൽ ബാക്ക് ബട്ടൺ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കൺട്രോളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആൻഡ്രോയിഡ് ഒരു വിൻഡോസ് ഡിവൈസിലോ അല്ലെങ്കിൽ ലിനക്സിലോ OS ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമോ iOSൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്? മീൻസ് റിയാക്ട് നേറ്റീവ് പോലെയല്ല. ഇപ്പോൾ റിയാക്ട് നേറ്റീവ് ആണെങ്കിൽ നമ്മൾ കോഡ് എഴുതി ബിൽഡ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഔട്ടാണ് വരുന്നത്. പക്ഷെ ഇൻ കേസ് ഫ്ലട്ടറിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ഫോളോ ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡിലായാലും iOSലായാലും സെയിം UI തന്നെയായിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഇൻ കേസ് നമ്മൾ ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് കാണുന്നത് അത് സെയിം തന്നെയായിരിക്കും iOSലും UI വരുന്നത്. പക്ഷെ കൺട്രോൾ മാത്രം ഡിഫറൻസ് ഉണ്ട്. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണമെങ്കിലോ? ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണമെങ്കിൽ ഇൻ കേസ് നമ്മൾ ഇപ്പോൾ iOSന് വേണ്ടി ഒരു മാക്ക് നിർബന്ധമാണ്. iOS ബിൽഡ് എടുത്ത് ഡിസ്പ്ലേ ആണെങ്കിൽ മീൻസ് ഒരു സിമുലേറ്റർ, iOS സിമുലേറ്റർ ആണല്ലോ. അപ്പോൾ സിമുലേറ്റർ വേണമെങ്കിൽ ഒരു മാക്ക് നിർബന്ധമാണ്. ഈ എമുലേറ്ററും ഡൗട്ട് ഉണ്ടാവും. എമുലേറ്റർ എന്താണെന്ന് വെച്ചാൽ എമുലേറ്ററിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡിന് എമുലേറ്ററാണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് OS നമ്മൾ പല ഡിവൈസിൽ ഇറങ്ങും അല്ലേ, പല സൈസുള്ള ഡിവൈസ്, പല റാമുള്ള ഡിവൈസ്, പല കപ്പാസിറ്റിയുള്ള ഡിവൈസുകൾ ഇറങ്ങും. പക്ഷേ iOSന് പ്രത്യേകത ഉണ്ട്. ആപ്പിൾ എന്നുള്ള ഒരു കമ്പനി മാത്രമേ ഈ സാധനം ഇറക്കുള്ളൂ. അവർ 6, 7, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ കോൺഫിഗറേഷൻ ഹാർഡ്വെയർ ഇറക്കുള്ളൂ. ഹാർഡ്വെയർ എന്താ സോഫ്റ്റ്വെയർ എന്താ മനസ്സിലായിട്ടില്ലേ? അതായത് ഒറ്റ ഡിവൈസ് എന്തേ ഉള്ളൂ, ആ ഡിവൈസ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ ഇത്ര റാം അല്ലെങ്കിൽ ഇത്ര ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതെല്ലാം കോമൺ ആയിരിക്കും ഓരോ OSന് ഇറക്കുന്നത്. ആപ്പിൾ എന്നുള്ള ഒരു കമ്പനി മാത്രമേ ആ OSൽ ഇറക്കുള്ളൂ. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ കേസ് എന്താ, OS ഗൂഗിൾ ഇറക്കുന്നു, LGക്കാർക്ക് ഉണ്ടാക്കുക, സാംസങ്കാർക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ റെഡ്മിക്കാർക്ക് ഉണ്ടാക്കുക, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക അവരെ ഡിവൈസിൽ കയറ്റിയിടുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ക്യാമറ കുറച്ചുകൂടി കൂടിയ കപ്പാസിറ്റി, റാം കുറച്ചുകൂടി കൂടിയത്, അപ്പോൾ പല രീതിയിൽ കോൺഫിഗർ ചെയ്തിട്ടാവും അവരിറക്കുന്നത്, ഫോണുകൾ ഇറക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കണമെങ്കിൽ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ റൺ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആപ്ലിക്കേഷൻ എങ്ങനെ റൺ ചെയ്യുന്നത് മനസ്സിലാക്കുന്ന എമുലേറ്റർ എന്ന് പറഞ്ഞ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അതിന് എമുലേറ്റർ എന്ന് പറയാൻ കാരണം ആ ഡിവൈസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇത്ര റാം വേണോ, അതിന് ഇത്ര ക്യാമറ സ്പെസിഫിക്കേഷൻ, ഇത്ര ഇന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതാണ് എമുലേറ്റർ. iOSന് സിമുലേറ്റർ എന്നാ പറയുക. അതായത് കോൺഫിഗർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ഓരോ വേർഷൻ എടുക്കാം, റൺ ചെയ്ത് നോക്കാം. മനസ്സിലായാലും വ്യത്യാസം? അപ്പോൾ ഈ സിമുലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ മാക്ക് തന്നെ വേണ്ട. അപ്പോൾ അതായത് ആപ്പിന്റെ UI കാണാന്ന് മാത്രമേ ഉള്ളൂ. ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് മാക്ക് തന്നെ വേണ്ടി. വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ അപ്പോൾ വിൻഡോസിൽ ലിനക്സിലൊക്കെ ചെയ്യാൻ? മാക്ക് വിൻഡോസിൽ ലിനക്സിൽ ബിൽഡ് എടുക്കാൻ വേറെ വഴിയൊന്നും ഇപ്പൊ കറന്റ് ഇല്ല. പക്ഷെ ഒരു ഇല്ലീഗൽ വേ ഉണ്ടല്ലേ, നമ്മുടെ ഇല്ലീഗൽ വേ ഉണ്ട്, ഹാക്കിൻടോഷ് ഉണ്ട്. ഹാക്കിൻടോഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സാധാരണ സിസ്റ്റത്തിൽ മാക്ക് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യിപ്പിക്കാനും ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും.
ബട്ട് അതൊരു ലീഗൽ വേ അല്ല, അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതേപോലെ ഇപ്പോൾ iOS ആപ്ലിക്കേഷന് ചില കോഡുകൾ ഉണ്ടാവുമല്ലോ, സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും കോഡ് എഴുതേണ്ട ആവശ്യം ഉണ്ടാവും? iOS ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേറെ കുറച്ച് കോഡ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വേറെ കുറച്ച് കോഡ്, അങ്ങനെ എഴുതേണ്ടി വരുമോ? ഇൻ കേസ് UI ലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കോഡിന്റെ ആവശ്യമില്ല. നമ്മൾ ചില റിസോഴ്സസ് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഫോണിന്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ ക്യാമറാസ്, ഇപ്പോൾ ഓൾറെഡി പ്ലഗിൻസ് ഉണ്ട്. പക്ഷെ ചില കേസസിൽ നമുക്ക് അതിന് പ്ലഗിൻസ് അവൈലബിൾ അല്ലാത്ത കേസിൽ നമുക്ക് ഇതുപോലെ കോഡ് എഴുതേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇതിൽ ആദ്യം ഡാർട്ട് കവർ ചെയ്യാം അല്ലേ? ഡാർട്ടിന്റെ ബേസിക്സ് ഒന്ന് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ഡാർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 2 സംഖ്യയുടെ സമ്മ് കാണുന്ന പ്രോഗ്രാം മുതൽ തുടങ്ങിയിട്ട് ഈഫ് കേസ് ഉണ്ടല്ലോ ഇതില്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഈഫ് ഫോർ ലൂപ്പ് ഉണ്ടാവും, പിന്നെ ക്ലാസസ്, എല്ലാ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ്, ഡു വൈൽ എല്ലാം ഉണ്ട്. കൂടാതെ ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ലൂപ്പ് കൂടി വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫംഗ്ഷന് കുറെ കാര്യങ്ങള്, ഹയർ ഓർഡർ ഫംഗ്ഷന്റെ മുകളിൽ ഫംഗ്ഷൻ വിളിക്കുന്നത്, ഈ കാര്യങ്ങൾ, ലാംഡ ഫംഗ്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലോട്ട് പോകും നമ്മള്? സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടാവില്ലേ? അതെ, സ്ട്രിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്, ലിസ്റ്റ് ഓപ്പറേഷൻസ്, മാപ്പ്, സെറ്റ്, പല പല ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ക്ലാസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ക്ലാസ്, ഒബ്ജക്റ്റ്, കൺസെപ്റ്റ്, ഇന്റർഫേസ്, ഇതൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, അബ്സ്ട്രാക്ട് ക്ലാസസ്, എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള ലാംഗ്വേജസിനേക്കാളും കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചർ കൂടി ഉണ്ട്. അതും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 100K കോഡിംഗ് ചലഞ്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് വാച്ച് ചെയ്യുക. C ആണോ ജാവയാണോ നോക്കിക്കണ്ട. ഈ കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കോഡിംഗ് പഠിക്കാത്തതിന് മനസ്സിലാവും, പോയി ചെയ്യുക. അത് കണ്ടിട്ട് വരെ വെറുതെ പ്രോഗ്രാം അറിയുക, അല്ലെങ്കിൽ ഏതോ ഒരു കാലത്ത് എന്തോ ലൂപ്പ് എന്തോ എഴുതി വെക്കണമെന്ന് വിചാരിച്ചിരിക്കേണ്ട. ഒരു ലൂപ്പ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ 100K കോഡിംഗ് ചലഞ്ച് വാച്ച് ചെയ്തിട്ട് വരാം. ഒരു ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ പ്രോപ്പറായിട്ട് എഴുതാൻ, ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നേരെ പോകണം. അത് പഠിച്ച് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇത് എന്തോ പോലെ കണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കണ്ടിരുന്നിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കാൻ തന്നെ വേണം. അപ്പോൾ അത് ഏറ്റെടുക്കണം കേട്ടോ. അത് ഏറ്റെടുത്താലേ നമുക്ക് ഈ ഒരു 30 വീഡിയോ കാണുന്നതിന് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടിരുന്നാൻ പറ്റൂല, ചെയ്ത് നോക്കാൻ തന്നെ വേണം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചെയ്ത് നോക്കി റിപ്പീറ്റ് ചെയ്ത് നോക്കുക, എറർ വരിക, ചെയ്ത് നോക്കുക. ഈ പരിപാടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഡെവലപ്പറായി മാറുള്ളൂ. അപ്പോൾ ഡാർട്ട് ലാംഗ്വേജ് നമ്മൾ എന്ത് വെച്ചിട്ട് ചെയ്യും? ഇപ്പോൾ അതിന് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏതാ എളുപ്പം നല്ലത് യൂസ് ചെയ്യാൻ? കുറച്ചുകൂടിയും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആയിരിക്കും. റാം ഒക്കെ കുറഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് വിഷ്വൽ സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ എന്നുള്ള IDEO നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. IDEO എന്താണെന്ന് അറിയാലോ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. ഓൾറെഡി 100K അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ ഡാറ്റ അതിപ്പോൾ അത് വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് അത് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഫ്ലട്ടറിലോട്ട് കിടക്കും അല്ലേ? ഫ്ലട്ടറിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് കവർ ചെയ്യുക? നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ വിഡ്ജറ്റ്സ് ആണ് കവർ ചെയ്യുക. ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് കണ്ടെയ്നർ. വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ക്ലിക്ക് ചെയ്യണ ബട്ടൺ, ഇമേജ് കാണാനുള്ള സ്ഥലം, പിന്നെ ടെക്സ്റ്റ്, പിന്നെ കണ്ടെയ്നർ, അതിന് പറ്റിയ ബോർഡേഴ്സ്, ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ട് പരിചയപ്പെടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലട്ടറിലോട്ട് വരുമ്പോൾ പിന്നെ ക്ലാസ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ ലെയറിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, പിന്നെ നെറ്റ്വർക്കിങ്സ്, അതായത് ഈ വെബ് റിക്വസ്റ്റ് ഒക്കെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ത്രെഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ എന്താ ആനിമേഷൻ വരുന്നുണ്ടോ? ആനിമേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ എന്തൊക്കെയുള്ളത്? ഡാറ്റാബേസസ്. ഡാറ്റാബേസ് ഏതാ യൂസ് ചെയ്യുന്നത്? ഡാറ്റാബേസ് നമുക്കിപ്പോൾ ഫ്ലട്ടറിൽ തന്നെ ഡാറ്റാബേസ് ഇല്ല, നമുക്ക് അതിന് പ്ലഗിൻസ് അവൈലബിൾ ആണ്. SQLite ഉണ്ട്, ഹൈവ് ഉണ്ട്. അതായത് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന SQLite തന്നെ പ്ലഗിൻ വെച്ചിട്ട് നമ്മൾ SQLite. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. പിന്നെ വേറെ ഒരു ഡാറ്റാബേസ് ഇന്നലെ എന്നോട് ലൈവില് ഒരു ഡാറ്റാബേസ് ചോദിച്ചു, ഹൈവ്. അതെ, ഹൈവ് ഡാറ്റാബേസ്. ഓക്കെ, അത് യൂസ് ചെയ്ത് നമ്മൾ. അപ്പോൾ രണ്ടും പഠിപ്പിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും കവർ ചെയ്യുക, സെറ്റാക്കി തരാം. പിന്നെ വേറെ എന്തൊക്കെയുള്ള നമുക്ക് ഡാറ്റാബേസ് കഴിഞ്ഞാൽ പിന്നെ വെബ് റിക്വസ്റ്റ് വിളിക്കുന്നുണ്ടാവും. പിന്നെന്താ ഉള്ളത്? പിന്നെ ഒരു വലിയ ടോപ്പിക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ. പിന്നെ വേറെ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യണ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്തോ ഒരു. നമുക്ക് കോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു മേജർ പ്രൊജക്റ്റിൽ നമുക്കൊരു ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ട് കോഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഏത് ആർക്കിടെക്ചറാ? ഇപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഫ്ലട്ടർ DDD ഡൊമൈൻ ഡ്രിവൺ ആർക്കിടെക്ചർ ഉണ്ട്, ഡെവലപ്മെന്റ്. അവരുടെ ആർക്കിടെക്ചർ ഫോളോ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് ബ്ലോക്ക് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് വെച്ച് നമുക്കത് ഒരു ഓർഡർ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത്തരം തരത്തിലൊന്നും ഇതുവരെ ട്യൂട്ടോറിയൽസിൽ നമ്മൾ ആർക്കിടെക്ചർ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പോയിട്ട് തീർക്കായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ആ ലെവലിലുള്ള ഒരു സാധനം കൂടി നിങ്ങൾക്ക് തരും ലാസ്റ്റ് അത് പോയിട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയും കിട്ടുന്ന സീരീസ് വേറെ എവിടെയും കിട്ടൂല കേട്ടോ. വേറെ ഒരു ട്യൂട്ടോറിയൽ സീരീസിലും കിട്ടൂല, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാലും കിട്ടൂല.
അത് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, അത്രയും സൂപ്പർ സീരീസ് ആയിരിക്കും ഇപ്രാവശ്യത്തെ നമ്മുടെ സീരീസ് അല്ലേ ഗോകുലെ? അതെ. ഇത് മരുന്നാണ് മരുന്നാവൂലേ? അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പ്രോജക്റ്റ് സാധാരണ ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും, നമ്മുടെ പേഴ്സണൽ മണി മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോജക്റ്റ് നെറ്റ്ഫ്ലിക്സ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ആർക്കിടെക്ചർ ഒക്കെ കീപ്പ് ചെയ്തിട്ട് ചെയ്യാം, സ്റ്റേറ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊക്കെ എന്താണെന്ന് ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ അറിയണവർക്ക് മനസ്സിലാവും, അല്ലാത്തവർ ആ സമയമാകുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കിഡിൽ ആപ്ലിക്കേഷൻ ഇവർക്ക് ചെയ്യാൻ കൊടുക്കണം. അതൊരു വെറൈറ്റി ഒരു ചലഞ്ചായിട്ട് ഇവർക്ക് കൊടുക്കണം. അതൊരു 1 month നമുക്ക് സമയം കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യണം. അത് അവസാനം അനൗൺസ് ചെയ്യല്ലേ, അവസാനം അനൗൺസ് ചെയ്യുക. ഒരു കിടിലൻ പ്രൊജക്റ്റ് നിങ്ങൾ തരും, അത് നിങ്ങൾ ഏറ്റവും സൂപ്പറായിട്ട് കോഡിങ് സൂപ്പറായിട്ട് ചെയ്ത് നിങ്ങൾ ഗിറ്റിലൊക്കെ കോഡ് പുഷ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് അവാർഡ്സ് എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ചലഞ്ചിലും നമ്മൾ തരുന്നതാണ്. പിന്നെ വേറെ കാര്യം, നമ്മുടെ അക്കാഡമിയിൽ ഫ്ലട്ടറിൻ്റെ റിവ്യൂ നടത്തുന്നത് ഗോകുൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ ഗോകുലിനെ കണക്ട് ചെയ്യണത്. നമ്മുടെ അക്കാഡമിയിൽ 6 മാസത്തെ പ്രോഗ്രാമിൽ വീക്കിലി റിവ്യൂ ഉണ്ട്. അപ്പോൾ റിവ്യൂ നടത്തുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോളേജിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും കാര്യമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് വേണം, നമ്മൾ എക്സ്പേർട്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സിനെ തെരഞ്ഞ് പോയപ്പോഴാണ് ആരെ കിട്ടിയത്, ഗോകുലിനെ കിട്ടിയത്. അപ്പോൾ ഗോകുൽ എവിടെ ഉണ്ട്, നമ്മുടെ അക്കാഡമിയിൽ ഫ്ലട്ടർ റിവ്യൂ ചെയ്യാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീക്കിലി നമ്മളായിട്ട് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ടീമിലും ഗോകുൽ ഒരു 1 hour സ്പെൻഡ് ചെയ്യൂലേ ഡെയിലി റിലീസ് ചെയ്യുമ്പോൾ, നമുക്ക് ഗോകുലും ഉണ്ടാവും, നമ്മളെല്ലാ ടീമും ഉണ്ടായിരിക്കും. പിന്നെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞുതരാം. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് കുറച്ച് ആൾക്കാർ എടുക്കുന്നുള്ളൂ, കൂടുതൽ ആൾക്കാരെ എടുക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ചാൽ പലരും ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഫ്ലട്ടർ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കാന്നുള്ളത്. അതൊക്കെ വെറുതെ ആണ്, അതൊന്നും എടുക്കാൻ പോണില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ക്യാഷ് വെച്ചിട്ട് എങ്ങനെയും ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക വേണം. നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്യണം. എത്രയും കിട്ടുന്ന സീരീസ് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാണ്. അപ്പോൾ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് സപ്പോർട്ട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തിട്ട് നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇനി ഇന്നത്തെ ദിവസം ഇവരെന്ത് ചെയ്യട്ടെ, ഇൻസ്റ്റാളേഷൻ ചെയ്യട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലിനക്സിനും വിൻഡോസിനും മാക്കിനും ഒക്കെ സെപ്പറേറ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ തന്നെ ലിങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പോയിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ OS ഏതാണോ, വിൻഡോസ് ആണോ, ലിനക്സ് ആണോ, മാക്ക് ആണോ സെറ്റപ്പ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കോൺഫിഗർ ചെയ്ത് വെക്കുക. അടുത്ത ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഡാർട്ടിന്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. വേറെ എന്തെങ്കിലും പറയണ്ട? വേറെ കാര്യം ഞാൻ പറയാൻ മറന്നു, ആള് മാരീഡ് ആട്ടോ. ആ മാരീഡായ കഥ നമുക്ക് പറയാനുണ്ട്, അതെന്തായാലും സീരീസിന് ഇടയ്ക്ക് പറയാം. ഒരു വലിയ ലവ് സ്റ്റോറി ഒക്കെ കിടപ്പുണ്ട്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.